ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹെയർ ആക്സസറീസിൻ്റെ വർക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഗിൽറ്റർ ട്യൂബിൻ്റെ വർക്കായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഗിൽറ്റർ ട്യൂബാണ്. ഗിൽറ്റർ ട്യൂബും അതുപോലെ തന്നെ കുറച്ച് ബീഡ്സ് വേണം, ഹെയർ ബാൻഡ് വേണം. ഹെയർ ബാൻഡ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഹെയർ ബാൻഡാണ്. പിന്നെ ഇതുപോലെ ഒരു ഫ്ലവർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവറിൻ്റെ ഒരു ബീഡാണ്, അത് ഒരെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 3 എണ്ണമൊക്കെ വെച്ച് മേലെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരെണ്ണമാണ് എടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതുപോലെ B7000 ഗ്ലൂവും കൂടി ആവശ്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ കുറേ പേര് ചോദിച്ചു എൻഡ് ടാപ്പ് അല്ലെങ്കിൽ എൻഡ് ബീഡ് കിട്ടാനില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾക്ക് എൻഡ് ബീഡിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ എൻഡ് ടാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ നോർമൽ വൈറ്റ് ബീഡ് തന്നെ നമുക്ക് എൻഡിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഹെയർ ബോയിൽ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കിയിട്ട് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്യാണ്. മേലത്തെ പോർഷനിൽ നമ്മൾ ബീഡാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ ഗ്ലൂ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂ ഇടയ്ക്കിടയ്ക്ക് ആക്കി ഓരോ റൗണ്ടും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് അഴിഞ്ഞു പോരെ അല്ലെങ്കിൽ ലൂസായി പോവേ, ഇത് നൂരി പോവേ അല്ലെങ്കിൽ ബീഡ് കറങ്ങാന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. കുറേ പേര് ആൽഫബറ്റിൻ്റെ മോഡൽസൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് പറയാറുണ്ട് ബീഡ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങുന്നു, അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിനായിട്ടുള്ളൊരു അടിപൊളി ട്രിക്കാണിത് കേട്ടോ. നമ്മൾ ഇതിൽ ഗ്ലൂ ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നല്ല രീതിയിൽ സെറ്റായിട്ട് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു 6 മുത്താണ് ആദ്യം തന്നെ കോർത്തെടുക്കുന്നത്. അപ്പോൾ ഗിൽറ്റർ ട്യൂബിൻ്റെ ഇടയിലൊന്നും ഗ്ലൂ ആക്കണണ്ട, പക്ഷേ ബീഡ്സ് കോർക്കുമ്പോൾ അതിലൊരു ലെയറിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ചെറുതായിട്ട് മെറ്റൽമേ ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇതുപോലെ നല്ല രീതിയിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. അപ്പോൾ ഓവറായിട്ടൊന്നും ഗ്ലൂ ആക്കണ്ട, ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു ലൈൻ പോലെ കൊടുത്താൽ മതി കേട്ടോ. ഇനി ആ ബീഡ് അതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബീഡ് അവിടെ നല്ല രീതിയിൽ സ്റ്റിക്കായി നിൽക്കും. ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൗണ്ട് ചെയ്യാതെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മളതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഒരു ഫ്ലവറിൻ്റെ ബീഡാണ് കോർക്കുന്നത്. അത് ഇതേപോലെ കോർത്തിട്ട് അവിടെയും ഞാൻ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആ ഒരു ഭാഗത്ത് 2 സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ആക്കിയിട്ട് കുറച്ച് നേരം മറ്റേ ബീഡിലേക്ക് എന്ത് ചെയ്യണം, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ അത് അവിടെയും പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നല്ല രീതിയിൽ സ്റ്റിക്കായി കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു ഫ്ലവറാണ് ആക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ 6 ബീഡ് കോർത്ത പകരം നിങ്ങൾക്ക് 4 ബീഡ് കോർത്ത് കഴിഞ്ഞാൽ 3 ഫ്ലവർ അല്ലെങ്കിൽ 2 ഫ്ലവറൊക്കെ നിങ്ങൾക്ക് മേലെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം 6 ബീഡ് കോർത്തു, പിന്നെ സെൻറ്റർ ബീഡായിട്ടുള്ള ഫ്ലവർ കോർത്തു, പിന്നെയും 6 ബീഡ് കോർക്കുകയാണ്. അപ്പോൾ ഇതിലും ഞാൻ അതേപോലെ തന്നെ ചെറുതായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഇവിടെയും ചെറുതായിട്ടൊന്ന് ഗ്ലൂ ആക്കുന്നുണ്ട്. ഈ ഗ്ലൂ ആക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ കറക്റ്റായിട്ട് ആ മെറ്റൽ കാണാതെ നല്ല നീറ്റായിട്ട് നിൽക്കണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങളൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബർ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഗിൽറ്റർ ട്യൂബ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്തിടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതാണൊരു ഫൈനൽ ലുക്ക്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ നോർമൽ മുത്താണ് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് കോർത്തിട്ടുള്ള സെയിം ബീഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എൻഡ് ബീഡോ അല്ലെങ്കിൽ എൻഡ് ടാപ്പൊന്നും കിട്ടാത്തവരെ വിഷമിക്കേണ്ട, ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, പിങ്ക് കളർ, അതുപോലെ വൈറ്റ് കളർ ബീഡും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിൽറ്റർ ട്യൂബ് ഏതാണെന്നൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.